Hello. Hello, hello, hello. I wanna feel, wanna take. അടുത്ത് വെച്ചേത്
ഹലോ ആ ബ്രോ എവിടെയുണ്ട് ബ്രോ? ഞാൻ എംജിയിലുണ്ട്. എംജിലോ? എന്താ പരിപാടി? ഞാൻ വെറുതെ ചിക്കനിരിക്കുന്നു അപ്പം കയറി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, വെറുതെ നിൽക്കുന്നുണ്ടെങ്കിൽ മുതുക്കിലോട്ട് പോകും. ഓക്കെ 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 ഓക്കെ. ഹലോ ഹലോ ജോഹൻ ബ്രോ. ഹലോ ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട് കുറേ ആയല്ലോ. അതെ. എന്താ പരിപാടി? ഇത് കൂടെ ആരുമില്ല? പയ്യന്മാർ ഫ്രണ്ട്സ് ആരുമില്ല? എന്തു പറ്റി? ഓ, ബൈ ദ വേ, ഇത് നമ്മുടെ ഒരു ബിസിനസ് പാർട്ണറാണ്. സബ ബ്രോ. ഹലോ ഹലോ ഹലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തിപ്പോവും. പോയാ ദോ ഓടി. ജോഹാനെ, ബൈ ദ വേ, എന്താ പരിപാടി? എന്താ പ്ലാൻ? എന്തെങ്കിലും? പുള്ളി ഇറങ്ങിയത്. അതെ, നമുക്ക് ഞാൻ പിന്നെ ഒരിക്കൽ പരിചയപ്പെടുത്തി തരാം. പുള്ളിക്ക് എന്തോ അർജന്റായിട്ട് കാര്യം ഒന്നും ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാതിരിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസ്? ഓ, അപ്പോ എന്താ പരിപാടി? വെറുതെ നമുക്കൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആ, എന്തെങ്കിലും ഐഡിയ ആലോചിക്ക്. എന്റെ തുളസി കുറച്ചില്ല. ഓഹോ, 50 തുളസിയുമായിട്ട് കാണും. എന്റെ ഒരു 1300 തുളസിയും ഒരു 500 സംതിങ്, 500 അല്ല 300 സംതിങ്, അത് കൂട്ടി 500 സംതിങ് മാവും ഉണ്ട്. എടുക്കട്ടെ? ആ, അതെ. അപ്പൊ എനിക്കും എന്തിനാ വെറുതെ? അതെ അതെ. കമ്പോട്ട് നമുക്കൊരു സേഫ് സ്ഥലത്തുള്ള കളികളാവാം. പുറത്ത് വയ്ക്കണ്ട, എനിക്ക് കിട്ടിയതുള്ളൂ. ഞാനും കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങും കേട്ടാ. എൻ്റെ വൈദ്യുതിയും തീർന്നു തുടങ്ങി അതിൻ്റെ. ഹലോ, എന്താണ് ബ്രോ? കേക്കാം ബ്രോ, പറഞ്ഞു. എന്താണ് പരിപാടി താങ്കൾക്ക്? വെറുതെ നിൽക്കുന്നു. താങ്കൾ എങ്ങനെ വെറുതെ നിന്നാ കൊള്ളാവോ? കൊള്ളാം. അങ്ങനെ പറഞ്ഞ പറ്റൂല. അത് പണിയൊക്കെ എടുക്കണം, ജീവിക്കണം, ആലോചിക്കണം, പൈസയൊക്കെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അല്ല എനിക്ക് അത്യാവശ്യം ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രോ. ബ്രോ ഇത്തിരി പൈസ തന്നോ, ഏറ്റോളാം, കുഴപ്പമില്ല. അപ്പൊ അല്ല നിങ്ങള് എനിക്ക് ആവശ്യമുള്ള പൈസക്കാരനാ? പൈസ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം സുഹൃത്തെ ഞാൻ ഒരു ഡീല് പറയാം. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. സുഹൃത്തിന് മാവും തുളസിയും ഉണ്ട്. സുഹൃത്തിന് ഏതെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ? നല്ല ആളത്തെ. ഒരു 1300 തുളസിയും ഒരു 520 മാവും കയ്യിലിരിപ്പുണ്ട്. എടുക്കുന്നോ? ആ ഓളിയ ശരിയളിയാ, നടക്കട്ടെ അളിയാ. സന്തോഷായില്ലേ? എല്ലാത്തിന്റെയും കുഴപ്പങ്ങൾ തന്നെ. ബ്രോ ബ്ലാക്ക് മണി ഉണ്ടോ? ബ്ലാക്ക് മണി ആ ബ്ലാക്ക് മണി വേണമെങ്കിൽ ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്യാം. വിളിക്കുന്നോ? ബ്രോ എങ്ങനെ ബ്രോ ഒരു 50 ലക്ഷം ബ്ലാക്ക് മണി വേണമെങ്കിൽ എത്ര വൈറ്റ് വേണം? 50 ലക്ഷം ബ്ലാക്ക് മണി വേണമെങ്കിലാ ഓ 1:4 1:5 മാറിയെന്ന് വരും. അല്ലല്ല 4 വേണമെങ്കിൽ കിട്ടും ഒരാളുടെ കയ്യില്. എത്ര എത്ര വൈറ്റ് വേണം? 50 ലക്ഷം ആണെങ്കിൽ 2 കോടി 2 കോടി വെയിറ്റ് വേണം. ഓ ജോ എന്നല്ലേ കിട്ടി. എന്തെങ്ങനെ തരുന്നത്? പോയി. ആ കിട്ടി 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 കിട്ടി. ഈ പൊട്ടൻ ഇവനെ Accepted. വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ പണിക്കൊക്കെ പോയോ? വണ്ടിയൊക്കെ എടുത്തോ? നാളെ രാവിലെയോ? ഏതാ മറ്റേ ഫാമിംഗ് ആണോ? ഇത്ര നമ്പറും ഫാമിംഗ് ഞാൻ ചെയ്തു. അത് കൊണ്ട് കൊടുക്കാൻ കൂടെ ചെയ്ത് 20 ലക്ഷം കിട്ടുമല്ലോ. എനിക്കത് എനിക്ക് ഒരു വട്ടേ തീർക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ തവണയും ഞാൻ കത്തിപ്പോയി. ലാസ്റ്റ് കൊണ്ടുവയ്ക്കുമ്പോ അതാ ഒന്നെങ്കിൽ റീസ്റ്റാർട്ട് വരും. അല്ലെങ്കിൽ നാളത്തോളെ എനിക്ക് ഒരു വട്ടേ തീർക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാറ്ററി ഒന്നല്ല ഇല്ല. ഫിക്സർ ഒന്ന് വന്നേ. ഒരു മിനിറ്റ് ബ്രോ. ഏതാ ടൈപ്പ് വണ്ടി? ഓ പേര് ഡാക്സ് എന്നാണ് ബ്രോ. ആ നൈസ് ടു മീറ്റ് യു ബ്രോ. Nice to meet you, bro. തണുപ്പായോണ്ടാണോ ബ്രോ ജാക്കറ്റ് ഒക്കെ ഇട്ട്? ഹലോ അതെ ബ്രോ. വാ വണ്ടി കയറി. വെയിറ്റ് ഈ ബ്രോ കൊല്ലാൻ നടക്കുവാണ്. പിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കോടല്ലേ. നിൽക്കുന്ന പയ്യനൊന്ന് പുതിയ ആളാണ്. ആ വണ്ടി കുടുങ്ങി. ബെസ്റ്റ്. ബ്രോ എന്താണ് ഈ കോട്ട് സൂട്ടൊക്കെ പറഞ്ഞ എനിക്ക് ഊരി തരോ? ബ്രോയിന് എന്റെ അടുത്ത് വിരോധപ്പെട്ടുണ്ടോ? കൊറേ നേരം കൊണ്ട് ഇരിക്കുന്നു. ആരെ അല്ല ബ്രോ പേരെന്താണ്? ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്റെ പേര് ഡാക്സ് എന്നാണ് ബ്രോ. ബ്രോയിന്റെ പേരെന്താ? അല്ലേ ബ്രോ സിറ്റിയിൽ പുതിയതാണോ? എനിക്ക് 2 ദിവസം വയ്യായിരുന്നു. അത് ഞാൻ പുറത്തോട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഒന്ന് മാറാ. പുള്ളിക്ക് ഞാൻ എന്റെ ഗ്രീറ്റിംഗ്സ് കൊടുക്കട്ടെ. ഓ ഞാന് 2 ദിവസം മുന്നേ നമ്മുടെ പെങ്കി ബ്രോനെ കണ്ടായിരുന്നു. പെങ്കി ബ്രോനെ കൂടെ നടന്ന് പുതിയൊരു അല്ലേ കൂടെ നടന്നിട്ട് ഒരാളെ കിട്ടി. നമ്മുടെ സാബു എന്തായിരുന്നു? ജഡായു സാബു എന്ന് പറഞ്ഞത് ഹലോ ബ്രോ. അറിയത്തില്ലേ? ആള് നല്ല ആളാണ്. ഞാൻ പരിചയപ്പെടുത്തരുത് നമുക്ക്. ഓ എന്ത്? ഓ അത് ഞാൻ പറയട്ടെ. എന്നിട്ട് ആളായിട്ട് ഞാൻ സംസാരിച്ച് ആള് നല്ല ചില്ല് കമ്പനിയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബ്രോനെ കണ്ടിട്ട് ജഡായി സാബു എന്ന് വിളിക്കാൻ തോന്നുന്നില്ല, ഞാൻ സാബുണ്ണാന്ന് വിളിച്ചോടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിളിച്ചോടാ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ. ഓ പാവ മനുഷ്യനാണ്. അത് മാത്രല്ലേ അണ്ണാന്ന് ആ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അറിയത്തില്ല. അങ്ങനത്തെ ഒരു ആളാണ്. ഭയങ്കര ഏതാ
പിന്നെന്താ, ഓ ഞാൻ യൂട്യൂബിൽ കണ്ടന്റ്സ് നമുക്ക് ആവശ്യം വരുമല്ലോ, ആവശ്യം, അതിലൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ അതല്ലേ, അങ്ങനെയല്ല, ഒരു സിറ്റുവേഷൻ, നമ്മളൊരു സീനല്ലേ, ഒരു ഭയങ്കര സീനല്ലേ, പോലീസുകാർ വന്ന് ചോദിച്ചിട്ട് എന്താ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പ്രൂഫ് എന്ത് ചെയ്യാൻ വേണ്ടേ? എന്നിട്ട് ഞാൻ അത് ആ സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവ് ഉണ്ടല്ലോ, ഡ്രൈവിലോട്ട് മാറ്റി അതിന്റെ ലിങ്ക് ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്, എന്നിട്ട് അതിന്റെ ബാക്കി ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഇന്നലെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ വന്നില്ലടാ ജോനാനെ. എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് കുറേ മിസ് കോൾ ഉണ്ട്, ജോണിയും സാബുണ്ണനും എല്ലാരും വിളിച്ചായിരുന്നു. അതാരാ എനിക്കറിയത്തില്ല, ആര്, എനിക്കൊന്നും അറിയത്തില്ല. ഓ, എന്തിന്റെ ഡീലിങ്സ് ആണ്? മറ്റേ പേപ്പർ ബിസിനസ് പോലത്തെ ബിസിനസ് ആണ് ജോണിന്റെ? ഓ, എല്ലാരും കൂടെ ആയപ്പോണ അപ്പോ എന്ത് സാധനം? ചിത്രം വരക്കാൻ പെയിന്റ് അടിച്ചാനാ? ഓ, അതിന്റെ ബിസിനസ്. അവര് മരം വെട്ടിയിട്ടാണോ പേപ്പർ ഉണ്ടാക്കുന്നതോ മരം എങ്ങനെ എന്തെങ്ങനെയാണ് അറിയോ? അല്ല, മരം ഇല്ലാണ്ട് നമ്മളെ ജൊനാൻ അല്ല, നമ്മുടെ പെങ്കിനെ അറിയാലോ, മരം ഇല്ലാണ്ട് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ട്രിക്ക്. അതാ ചോദിച്ചത്, അങ്ങനെ വല്ല ടെക്നിക്ക് വല്ല? അല്ല, അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പെങ്കിൻ ബ്രോക്ക് ഭയങ്കര ബിസിനസ്സിന് ഭയങ്കര ബാധിക്കും. അതാണ് നമുക്ക് തടയണോ? നമ്മുടെ അപ്പം നിൽക്കുന്ന ആളല്ലേ. അല്ല, ഞാൻ ജൊനാനുപോലെ കാര്യമല്ലേ പറഞ്ഞത്, നേരത്തെ 2 പേര് പറഞ്ഞില്ലേ, എന്താ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ അല്ല, നോക്കാം നമുക്ക്. ഇപ്പൊ എന്താ പരിപാടി, എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, വല്ല ബാത്റൂമാണോ അർജന്റ് കേസ് പറഞ്ഞു? അൺഫെയർ ആണ് ബ്രോ, ആ റേസ് അൺഫെയർ ആണ്. ആ റേസ് അൺഫെയർ ആണ്. അല്ല, എന്നോട് ബ്രോ എന്നോട് കാണിച്ചത് തീരെ മോശമായി, വളരെ മോശമായി. അല്ലടാ ജോഹാനെ, നീ അവനെ കുനിച്ചു നിർത്തിയത് അവന് ഭയങ്കര മോശമെന്ന്. ഇയാൾ വൻ മോശമായി കാണിച്ചത്. എന്റെ പൊന്നുപോ പെട്രോൾ അടിക്കാൻ തള്ളാൻ വയ്യ. നിനക്ക് ഞാൻ നാരങ്ങ തന്നിട്ട് വിടൂ. നിനക്ക് ഞാൻ നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരും, കൂടുതൽ പണ്ണും. വല്ല ബട്ടർ പണ്ടല്ലടാ, കുറച്ച് കുനിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഭയമുണ്ടല്ലേ അപ്പൊ കേറ്റിട്ട് തന്നെ കാര്യം. ബാക്കിൽ എന്താന്ന് കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു. തലസുണ്ട്, നമുക്ക് കേറാൻ കേട്ടോ. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ എല്ലാം നിന്റെ പേരെ പറയൂ. സുര എന്ത് പറഞ്ഞാലും സുര ബാറ്ററി സുര. എന്ത് പൊട്ടലാണതൊക്കെ. എന്താ ഇവിടെ പൊട്ടുന്ന പടക്ക ദീപാവലിയെ? എടാ, നിന്റെ സ്വഭാവത്തിന് ഞാൻ നിന്നെ വണ്ടിയിൽ പറക്കി വിടണ്ട.
ഇപ്പൊ എടാ വണ്ടി എടാ കയറിയാൻ. എടാ വണ്ടിക്കകത്തിനും തൂറാനൊന്നും പറ്റൂല കക്കൂസ് നോക്കിയാതി. ഊറാനല്ലടാ, ഊരാനാ പറഞ്ഞത്. ആ ഊറാത്. ബ്രോ ഹലോ കുട്ടി, ഹലോ കുട്ടി, ഹലോ കുട്ടി, സുഖമല്ലേ? എനിക്ക് സുഖമാണ്, നല്ല കമ്മിറ്റഡ് സുഖമാണ്. ആണോ? ആണ് ആണ്. ഈ പൊട്ടനോ? ഓ നോ. അയ്യോ ഇടി. ബ്രോ ഡേഞ്ചർ ഓവറാണ് ഇവന്റെ ഡാഡിയുടെ ഡേഞ്ചർ ഓവറാണത്. ഡേഞ്ചർ ഓവർ തൊട്ടാ നിന്റെ ആ പൊട്ട വണ്ടിയുടെ പിത്തക്കണ്ണ് പൊട്ടിക്കും കേട്ടോടാ. ബ്ലഡി ഫുൾ. ബ്രോയ്ക്കല്ലേ റേഞ്ചർ ഓവർ ഡാഡിക്കുള്ളോ? ഡേഞ്ചർ ഓവർ ഫേക്ക്. റേഞ്ചർ ഓവറല്ല ഡേഞ്ചർ ഓവറാണത്. ഡേഞ്ചർ ഓവർ. നിന്റെ പൊട്ട വണ്ടി കണ്ടോ? ഡിക്കി പോലും ഇല്ലാത്ത വണ്ടി. ഡിക്കൻ തുറന്ന് കാണിച്ചോടാ, ഡിക്കണ്ടെന്ന് കാണിച്ചോട്. നീ പോടാ, നിന്റെ ഡിക്കി തുറക്കുന്ന കാണാനല്ലേ എന്റെ ഡാഡി എന്നെ ഇങ്ങോട്ട് വിട്ടത്. കൂടെ വരുത്. പെട്രോൾ അടിക്കാൻ സമ്മതിക്കല്. എന്റെ ഡാഡി അറിയണ്ട. പെട്രോൾ ഫിക്സഡേ നീ ചിരിക്കുന്നുണ്ടോ? ബ്രോയ്ക്ക് ബ്രോയുടെ ഡാഡിനെ അറിയില്ലേ? ബ്രോ കൂടെ ഡാഡി, എന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലോ അങ്ങനെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, പറയൂ വണ്ടിയുടെ എഞ്ചിനൂർ ഞാൻ ആ വണ്ടിയുടെ ബാക്കിൽ വെക്കും കേട്ടോ. നിങ്ങൾ കുറെ നേരമായി പറഞ്ഞു. എന്റെ തനി സ്വരൂപം ഇവന് അറിയില്ല. അപ്പൊ താങ്കള് കുണ്ടനാണോ? ഇവന്റെ ചില്ല് പൊട്ടിക്കാൻ പോകും. അതങ്ങനെ സംഭവം ഉണ്ടായി. ഇത് ബസ് സ്റ്റാൻഡ് അല്ല. കുറച്ചേരം ഡെക്സിൽ എടുത്തിട്ട് ബ്രോ ദിസ് ഇസ് നോട്ട് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് നോ. നീയൊക്കെ എന്താ ബ്രോയിന്റെ കൂട്ടുകാരനല്ലേ ബ്രോ? കാണിക്കുന്നത് കാറാണത്. പെണ്ണിന് പകരം കാറിനെ സ്നേഹിച്ചവൻ ഏതാ? ഡാഡിനെ സ്നേഹിച്ചു. എടാ ഇതൊക്കെ എവിടെയോ കേട്ട പോലെല്ലടാ ജോഹനെ. പെണ്ണിനെയൊക്കെ സ്നേഹിച്ചത് കേട്ടിട്ടുണ്ട്. നമ്മുടെ തലയിലും കേട്ടോ. ഡാഡിയുടെ ഡേഞ്ചർ ഓവർ എടുത്ത അതിന്റെ അപ്പൂപ്പന്റെ പുണ്ടി. ആ എലിക്സർ കുണ്ടി. നീ ആരാന്നാടാ നിന്റെ വിചാരം? ആ ബ്രോ വണ്ടി അറിയോ മിസ്റ്റർ CBSE വേണം. ഏയ് മുക്കല്ലേ പോവും ബാക്കത്. അവന്റെ ചാപ്പട വണ്ടി സൗണ്ട് കേട്ടില്ലേ? പ്ലാസ്റ്റിക് വണ്ടി. ഇല്ല വണ്ടി എടുത്താ നിന്റെ വണ്ടി സീറ്റ് മാറാ. എന്റെ ഡാഡി ഇതറിഞ്ഞാണല്ലോ. നിന്നെ അറിയും. എടാ പെട്രോൾ അടിക്കണ പെട്രോൾ അടിച്ചിട്ടുണ്ടോ? പെട്രോൾ അടിച്ചോ? ഓ നന്നായി. അല്ലെങ്കിൽ ഡാഡി അറിഞ്ഞ എന്നെ കൊല്ലും. നേരത്തെ ടാക്സിനെ കാണിച്ചില്ലേ? അത് എന്നെ ചെയ്യും. ചെയ്തത് കാണിച്ചതല്ല. എടാ 2 സീറ്റുള്ള കുണ്ടി വണ്ടി ഇങ്ങ് വാ. നിന്റെ ഈ വണ്ടിയിൽ 4 സീറ്റ് ഉണ്ടോടാ? 4 സീറ്റ്. പുറകില് 2 സീറ്റ് ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് പിറകിൽ 2 സീറ്റ്. വട്ടോ നിന്റെ വണ്ടിക്ക് ഡിക്കി ഡാഡിനോട് ചോദിക്കണമായിരിക്കും. എടാ എന്റെ വണ്ടി ഇരിക്കുന്നവന്മാരെ നോക്കാനല്ല. ഇതാണ് ഡിക്കി. അത് വണ്ടിയുടെ കുണ്ടിയാടാ പൊട്ടാ. ആ ഇവന്മാരുടെ തലതിരിഞ്ഞ വണ്ടിയാടാ, തലതിരിഞ്ഞ വണ്ടി. ആ ഇവന്മാര് ഫ്രണ്ട് ബാക്ക് തുറന്നു വെച്ചേക്കാ. എന്താണ് ബ്രോ? മൊടയാണോ? ഇങ്ങനെ കറങ്ങോ? ഇങ്ങനെ കറങ്ങോ? ബ്രോ ഇവന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലോ. ഇവന്റെ ഡാഡി അറിഞ്ഞ ഭയങ്കര വിഷയവും. ഡാഡിയുടെ പേരെന്താ? ഡാഡി ഉണ്ടോ? ഡാഡിയുടെ പേരെന്താ? ഡാഡിയുടെ പേര് കൊല്ലും. ലിസ്റ്റ് ഉണ്ട് നോക്കട്ടെ. ഇത് സംഭവം വേറെ കേട്ടോ. നമുക്ക് അപ്പൊ നീ പാഞ്ചാലിന്റെ ആരാ? പാഞ്ചാലി കേട്ടിട്ടുണ്ട്, അറിഞ്ഞൂടാ ആരാ. കുഞ്ഞമ്മേട്ടൊക്കെ വരും ബ്രോ. ഈ 5 തന്തമാറ്. സോ പഞ്ചാലി ബ്രോ 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 എന്നെ പറഞ്ഞ 5 എന്റെ 5 ഡാഡിമാർ അറിഞ്ഞാണ്ടല്ലോ. ആ
I have 4 step daddies and 1 real daddy. ഉണ്ടല്ലേ റിയല് അപ്പൊ You have daddy? ഡാഡി അടുത്ത് പറയാന്നൊക്കെ പറയുന്ന ഏത് ഡാഡി അടുത്ത്? My daddy Tangeshwaran Ambelipilla. നല്ല പേര്. ഈ അമ്പേനിപ്പിള്ള You have this Range Rover? You have Benz B class? യെസ് ചോയ്ച്ചാ പിന്നെ നീ ഇപ്പൊ എന്താ ചോദിച്ചത്? പക്ഷെ നമ്മളങ്ങോട്ടാ പറഞ്ഞേ, മനസ്സിലായില്ലേ? അങ്ങോട്ട് പറഞ്ഞാ മതി കേട്ടോ. ഇല്ല അങ്ങോട്ടങ്ങ് പറയാം. മേളില് മിറർ ഉണ്ടോടാ? ഷഡി തലയാ. മേളിലേക്ക് നോക്കുമ്പോ കാറ്റ് കാണാം, പറവ കാണാം, കാറ്റ് പെണ്ണിനെ കാണാം, എല്ലാം കാണാം. ഡാഡിനെ ഒരു പെണ്ണൊക്കെ നിനക്ക് ഈ വണ്ടിയുടെ കാണാൻ മേളിൽ പറ്റത്തില്ല, കയറിയിരുന്ന് അതാണ് വണ്ടിക്കകത്ത് പ്രശ്നം. കയറിയാ മതി, സ്വർഗം. എന്നിട്ട് മൂത്തിരിക്കുവാണല്ലേ? ഞാനൊരു കാര്യം പറയാം, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞില്ല. എടാ ഇത് മറ്റേ ആപ്പി ഫിസ് അടിച്ചിട്ട് ആപ്പീസോ? ഞാൻ ആരാന്നറിയോ? ഏതാടാ നീ? സിപ്പപ്പ് കുടിച്ചിട്ട് പറ്റിയതാണ് ബ്രോ ഇത്. ഒരെണ്ണം അടിക്കട്ടെ, ഒരെണ്ണം അടിച്ചാല് പറയാനുള്ള കിക്ക് കിട്ടൂ കേട്ടോടാ. വേണ്ട, അതിന്റെ മണം അടിച്ചാ മതി നിനക്ക് കിട്ടാൻ. ഇത് കണ്ടാ? അല്ലാണ്ട് എന്റെ കിക്കാണ്. ബാക്കിലേക്ക് നോക്കിയേ, ആ മല കണ്ടാ? എന്ത് പറ്റി ബ്രോ അത് അവന്റെ ഡാഡിയിലാണ് ബ്രോ. ഏയ് പോരുത് ഓക്കെ. ഉറങ്ങാനാണോ? ഏയ് ബാക്കിലൊരു മലയുള്ളൊരു ഗുഹ കണ്ടോ? ഒരു തൊള, അതാണ് മലദ്വാരം. അതിനകത്ത് പണ്ടിട്ടാണ് ഉണ്ടായത്. നിനക്ക് പറ്റിയ സ്ഥലം, നീ അതിലോട്ടൊക്കെ കേറി ഇറങ്ങരുത്. പിന്നെ ആ മലദ്വാരത്തിൽ നിന്ന് ഇറങ്ങിയ ഈ പുഴയാണ് എന്റെ അമ്മ. സീരല്ലേ ബ്രോ? എവന് വിഷമാണെന്നൊന്നുമില്ല ഈ സിറ്റിയില്. എനിക്ക് വേണം, എനിക്ക് ബ്രോനെ വേണം. ഒന്ന് ഇറങ്ങിയേ. ഞാൻ ആരാ ഏട്ടാ? എന്നോട് പറയും ഞാനാരാ ബ്രോ ഒന്ന് അപ്പൊ നമ്മൾ നോക്കി നിങ്ങൾ ആരാണ് ഗ്രീറ്റിംഗ്സ് തരട്ടെ. ബ്രോ ഒന്ന് ഇറങ്ങി. ബ്രോ അനുഭവമുണ്ട്. പാലും മാത്രല്ല, എല്ലാം മിക്സിയിൽ ജ്യൂസ് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതേപോലെ ഇങ്ങനെ പെൺകിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ. ഞാൻ ആ പെങ്കിനെ ഇന്നലെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ ഇന്നലെ പുള്ളിയുടെ കൂടെ. അവന്റെ എക്സ്ട്രീം ലെവലാണല്ലേ ഇത്. മിണ്ടാണ്ടിരി. എന്നാ സെക്യൂരിറ്റിക്കാരൻ വിളിച്ചേക്കുന്നു വീടിന്റെ അകത്ത് കയറി നോക്കാൻ. ഞാൻ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യാൻ. നാളെ പണ്ണേ ആരാന്നറിയോ? സത്യം വിജയണ്ണൻ ആരാന്നറിയോ? വിജയണ്ണൻ പ്ലീസ് ഇത് മാത്രം പറ്റും. വണ്ടിയുടെ സൗണ്ട് ഉണ്ടാക്കിയതാണ്. വണ്ടി പിടിച്ചാണ്. വണ്ടി ഇടിച്ചു. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുര, പറടാ. നീ വിൽക്കാൻ വെച്ചിരുന്ന മാവ് വല്ലതും എടുത്ത് അടിച്ചായിരുന്നാ? ഇല്ല, എന്റെ അച്ഛൻ തന്ന ഒരു ഡാഡി സ്വാറ്റ് ഉണ്ടായി, അത് കുടിച്ചു. ചുമ്മാ അല്ല, ഡാഡി നന്നായിട്ട് അടിച്ചുണ്ടാക്കിയ സാധനമല്ലേ? ബാറ്ററി കൂടെ ബാറ്ററി ഒക്കെ ഇട്ട്. ഈ മുന്നിരിക്കുന്ന ബ്രോ ഹെൽമെറ്റ് വരത്തില്ലേ ബ്രോ? ഇല്ല. എന്റെ കുട്ടി പോയോ? കുട്ടി പോയി. പേടിക്കണ്ട കുട്ടി, കുട്ടീനെ വേറെ കുട്ടി. കുട്ടി കണ്ടപ്പോ ഞാനും ഒരു പാട്ട് പാടിയാലോ?
വേണ്ട എത്രയാ പറഞ്ഞത്? ചുട്ടമല്ലി ചുട്ടേസ്ഥാനി ചുട്ടമല്ലി ചുട്ടേസ്ഥാനി പാട് ബ്രോ വേറെ പാട്ട് പാട് പാട്ട് കളിക്കേ. ഫിക്സർ ബ്രോയുടെ പാട്ട് കേൾക്കണം. പലതും വരും അകത്തുനിന്നും പുറത്തുനിന്നും. ഫിക്സർ ബ്രോ കത്തി അവന്റെ പച്ച തലമുടി ഞാൻ മൊട്ട തലമുടിയാക്കും. ബാർബർ ഷോപ്പിലേക്ക് എന്തിനാ ഇവന്റെ ചരിത്രം ഞാൻ നശിപ്പിക്കാം. അവൻ പിന്നെ മൊട്ട അടിച്ചില്ലെങ്കിൽ ഞാനതങ്ങ് എടുക്കുമെന്നങ്ങ് പറയും. ഏത് മൂഡ്? വെടിമൂഡ്. ഫിക്സർ ബ്രോ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. സത്യോ? ടാക്സേ ഒരു ഗ്രീറ്റിംഗ്സ് കൂടി തരട്ടെ, നല്ല ആഗ്രഹമുണ്ട് തരാൻ. ഹലോ ബ്രോ, ഒരു ഗ്രീറ്റിംഗ്സ് തരട്ടെ ബ്രോ. ഒരു ഗ്രീറ്റിംഗ്സ് ഹലോ ബ്രോ, ഗ്രീറ്റിംഗ്സ് തരട്ടെ ബ്രോ. വണ്ടി ഇറങ്ങി ബ്രോ, നമുക്ക് ഗ്രീറ്റിംഗ്സ്. അല്ല ബ്രോ, ഇവൻ നന്നായിട്ട് ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്ന കൂട്ടത്താ. വണ്ടി ഇറങ്ങി ഗ്രീറ്റിംഗ്സ് തരാം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് താല്പര്യമില്ല ഗ്രീറ്റിംഗ്സ് കൊടുക്കാൻ. വെറുതാ നിനക്ക്? തലയില് 2 ചെമ്പിന്റെ കമ്പി കുത്തി ഇറക്കിയ ഒരുമാതിരി മുടിയും. വേറെ എവിടെയൊക്കെയാണ് ചെമ്പിന്റെ കമ്പി ഇരിക്കണത് അറിയത്തില്ലല്ലേ? വേറെ എവിടെയൊക്കെ ഞാൻ ചെമ്പിന്റെ കോപ്പർ വയറാ വീട്ടിയേക്കുന്നത്. ഹലോ ബ്രോ, ഒരു ഗ്രീറ്റിംഗ്സ് ആയാലോ? ഹലോ ബ്രോ, ഹലോ ബ്രോ. ഫിക്സറെ സീറ്റ് മാറിയാ നിന്റെ അപ്പൂപ്പന്റെ തല ഞാൻ വെട്ടും. തലക്കിട്ടൊരു വെട്ടും. എല്ലാ റേഞ്ച് റോവർ അവന്റെ അമ്മച്ചിയുടെ ഡേഞ്ചർ ഓവർ. ഡാഡിയുടെ ഡേഞ്ചർ ഓവർ അല്ലേ? പുള്ളി എവിടെന്നോ കരഞ്ഞു മേടിച്ച വണ്ടിയാ. എടാ നില്ല പറഞ്ഞാള്. ഹലോ 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 എടാ, നിന്റെ ഡാഡിയുടെ ഡേഞ്ചർ നീ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ വക്കീലോട്ട് വരാം. അതാ ഹലോ, ചത്തല്ലേ? സൈസോണ്ടകത്ത് കൊന്നേന് ഒന്നായി. ഒരു പെണ്ണ് അതാണോ? സൈസോണാണ് സിറ്റി. ഇപ്പൊ സൈസോണാ. 2 മണി ആയിട്ടില്ല കൊട്ടാ. അല്ല, നോർമലി ഇപ്പൊ സേഫ് സോണാ. അല്ലടാ, നോർമലി പറഞ്ഞായിരുന്നു ഇന്ന് സേഫ് സോണാണ് മൊത്തത്തില്. ശരിയാണ്, ഇന്ന് സേഫ് സോണാണല്ലോ മൊത്തത്തില്. പണ്ടടിച്ചിരിക്കാനുള്ള സമയമായി. വണ്ടിക്കിട്ട് ആദ്യമായിട്ടാടാ തലക്കൊരു വെടി കയറുന്നേ. വണ്ടിക്കിട്ട് വെടി വെച്ച്. ഇതിപ്പോ EMS അടുത്ത് കൊണ്ടുപോണ്ടേ? അയ്യോ, അല്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി ആവുന്നുണ്ട്. എടാ, ഞാൻ ആദ്യമായിട്ടാടാ വണ്ടിക്ക് വെടി വെച്ചിട്ട് ഒരുത്തന്റെ തലക്ക് കൊള്ളുന്നേ. സംഭവം കൊള്ളാട്ടോ. ഞാനേ വണ്ടിക്ക് വെടി വെച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ എനിക്കെന്തോ ഇങ്ങനെ എന്തോ കാണിച്ചു. ഒരു സുഖം കിട്ടിയ പോലെ. നോക്കുമ്പോ സൗണ്ടൊക്കെ ഇങ്ങനെ. ചെക്കൻ വണ്ടി തന്നെ ഇരിക്കട്ടെ. അല്ലല്ല എടാ, ചത്തടത്തായിരിക്കും റിവൈവ് ആവുന്നേ. വെയിറ്റ്, ചത്തടത്തായിരിക്കും റിവൈവ് ആവുന്നേ. അവിടെ തന്നെ നിക്കുന്നതായിരിക്കും നല്ലത്. ഉറപ്പാണോ? മിക്കവാറും. ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ട് ഇവിടെ വെച്ചപ്പോഴാണ് ഇവിടെ കൊണ്ടത്. വെയിറ്റ് റിവൈവ് ആവട്ടെ. അല്ലല്ല ചത്തിട്ടടുത്ത് ഇങ്ങനെ റിവൈവ് ആവുമ്പോഴത്തേക്കും സംഭവം ചത്തടുത്തേ വരത്തുള്ളൂ.
ചിലയിടത്ത് അങ്ങനെയാണ്, ഇവിടെ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പാവം ചക്കനടാ. കുറ്റം പറഞ്ഞാൽ എന്താ നീ ചക്കനെ കുനിഞ്ഞിരുന്നാ പഠിപ്പിച്ചില്ല. പറഞ്ഞ് ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ പഠിപ്പിക്കണായിരുന്നു അവനെ. പരിചയപ്പെടുത്താൻ ഓർത്ത് പറഞ്ഞു വിട്ടാ. ഹലോ, ഈ ഹെൽമെറ്റ് വെച്ച മോന്റെ പേരെന്താ? അയ്യോ പോയി ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ഉണ്ട്. എവിടെ? ഫ്രണ്ടോട്ട് വിളിച്ചു. അപ്പൊ അവനെ എവിടെ ചത്തത്? അവിടെ വെച്ചാ ചത്തത്. ഡിഫറെന്റ് നേരെ പോട്ടെ ഫ്രണ്ടിലോ? നേരെ പോട്ടെ. ആ എന്നിട്ട് അത് ട്രൈ ചെയ്തേ. അവിടെ ലോ നിക്കുന്നു, റൈറ്റ് സൈഡ്. ആ വരുന്ന കണ്ടില്ലേ, കോട്ടും സൂട്ടും മദാമ ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടി കേറിക്കോ. ഓർമ്മയുണ്ടോ വല്ലതും? സ്വർഗത്തിലോ അതോ ഹലോ ബ്രോ, നരകത്തിലോ, നമസ്കാരം. കേറിക്കോ, ലിഫ്റ്റ് തരാം. ആകാശ സുന്ദർവ ലോകത്തിലോ, ദീപങ്ങളോ അത് ദീപങ്ങളോ. എക്സ് ഇങ്ങനെ ഞെക്കി പിടിക്കുക, എക്സ്ക്യൂസ് ബട്ടൺ ഇങ്ങനെ ഞെക്കി അങ്ങ് പിടിക്കുക. അപ്പൊ കുനിയാം. ഈ പേടിച്ചൂറ് കാണിക്കുന്നത് പോലെ കുനിയാം. ഇന്നാ ചേട്ടാ പിടിവെച്ചോ. അതെ, പാട്ടടിച്ചാ മാത്രം ഞാൻ പോറ്. ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ ക്ലാസ്സാ, ടോപ്പ് ക്ലാസ്. ഏത് ക്ലാസ്? സിക്സറേ, നിന്റെ വായിലെന്താ പഴോ? 12th ബിയോ? നീ എന്ത് +2 പഠിക്കുന്നോ? അല്ലടാ, ഞാൻ ഇങ്ങനെ ഇരിക്കുവാണേ. ഞങ്ങ പിന്നെ ഇവിടെ കിടക്കുവാണല്ലോ. എടാ എല്ലാരും ഒന്ന് ചിരിച്ചേ. 1.5 മണിക്കൂർ ചിരിക്കുന്ന കോമഡി പറഞ്ഞപ്പോ. എടാ കോട്ടിട്ട് തെണ്ടി, നിന്നെ ഞാൻ വണ്ടി കേറിയപ്പോ തൊട്ട് ഓക്കി വെച്ചേക്കുക. നീ ഇരുന്ന സ്ഥലം മൊത്തം വേർപ്പാ. നിന്നെ കൊണ്ട് ഞാൻ നക്കിച്ച് തുറപ്പിച്ചിട്ടേ വണ്ടി തുറക്കൂ, കേട്ടോ? അതെന്ത് ഡയലോഗാടാ? എടാ പിന്നെ ഇരുന്നിരുന്ന് അവിടെ വളി വിട്ട് ആവിയാ മൊത്തം. പിന്നെ നീ ആണെങ്കിൽ നിന്റെ അച്ഛൻ എന്ത് പറയും നിന്നെ ഈ വണ്ടി കണ്ട? ആരാച്ചന്? എന്റെ അച്ഛൻ മാർ. എടാ നീ എവിടെയെങ്കിലും ഉറച്ചില്ലേ? അച്ഛനാണോ അച്ഛന്മാരാണോ? ഒരച്ഛൻ, പക്ഷെ 5 അച്ഛൻ. എടാ നീ കയ്യാലോ പുറത്തിരിക്കണ ചുണ്ണിയാവാതെ അങ്ങോട്ട്. എവിടെയെങ്കിലും ഒരിടത്തും ഇല്ലേ? അപ്പുറത്ത് ഒന്നീ അങ്ങോട്ട് വിടല്ലേ ഇങ്ങോട്ട് വിട്, രണ്ടിടത്ത് നിൽക്കാതെ. കൊച്ചുണ്ടായിരുന്നു. അല്ല നീ പറഞ്ഞിട്ടുണ്ട് അവന്റെ ചുണ്ണി വെട്ടി കളഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു. സുഖമല്ലേ? ഇറങ്ങിയ ഇറങ്ങണ്ട, ഞാൻ തുറന്നോളാം വണ്ടി. നീ വണ്ടി ഓടിച്ചാ നിന്റെ പിത്തക്കുണ്ടി ഞാൻ പറിച്ചെടുക്കും. എന്റെ ഡാഡിയുടെ വണ്ടി ഞാൻ മാത്രമേ ഓടിക്കൂ. നീ 5 സെക്കൻഡിനുള്ളിൽ വണ്ടി കേറിയില്ലെങ്കിൽ 3 ഡോറ് അത് ഡാഡിക്ക് പുഷ്പം പോലെ മാറ്റാം. നേരത്തെ അവിടെ നിന്നത് ബ്രോന്റെ അനിയനാ. ഏത് പുള്ളിയെടുത്ത് കരഞ്ഞ് വണ്ടി വെക്കുന്നുണ്ടായിരുന്നു. ഇതെന്റെ ഡാഡിയാ, എന്റെ ഡാഡിയുടെ വണ്ടിയാ. എടാ അതായിരുന്നു ഡാഡി, മനസ്സിലായില്ലേ? ഇല്ല, നിന്റെ ഡാഡി ഞാനാടാ. നോക്കടാ. നിന്റെ ഡാഡി. എടാ ഇവിടെ 3 പേരിപ്പുണ്ട്. അതില് ഏതാ? നീ ഏതാ? പച്ചമുടിയാ ഫിക്സറേ? നിന്റെ ഡാഡിയാടാ മോനെ. ഞാൻ ഇപ്പോഴാ ഓർക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ പണങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോയേ? മോ എന്തിനാ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണങ്ങിപ്പോയേ? അച്ഛന് വിഷമാവത്തില്ലടാ? എന്താ ഇങ്ങനെ? അച്ഛന് വിഷമാവത്തില്ലേ? നീ കണ്ടവന്മാര് അച്ഛന്ന് വിളിച്ചോണ്ടത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഹായ് പെണ്ണുങ്ങൾ. അയ്യോ മൂഞ്ചിയാ? നോ മൂഞ്ചൽ. സന്തോഷായി. കുട്ടീനെ കണ്ട് വണ്ടി വരെ നിന്ന് പോയി കുട്ടി. എന്റെ ഹാർട്ട് നിന്ന് കുട്ടി. തെണ്ടി ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കണം കുട്ടിക്ക്. കുട്ടിക്ക് എൻജോയ്മെന്റ് ആവട്ടെ. എന്റെ ഡാഡിയുടെ ഡേഞ്ചർ ഓവറാണ് കുട്ടിക്ക് ഞാൻ സാക്രിഫൈസ് ചെയ്തേക്കുന്നത്, കേട്ടോ? ഡേഞ്ചർ ഓവർ
നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വാ. ഡേഞ്ചർ എടാ, ഒരു പാട്ടിട്ട് കൊടുക്ക്, അല്ലെങ്കിൽ പാട്ട് പാടണോ? അറിഞ്ഞോണ്ടല്ലോ അത് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള കുച്ചാണ്. ഞാൻ പാടാം. നിങ്ങളങ്ങ് സഹകരിച്ചു കൊടുത്താൽ മതി. അവൻ പറയേണ്ട സാറേ, നീ ഇനി മിണ്ടിയാ നിന്റെ ഷണ്ടി ഒരു ഞാൻ ഈ വെള്ളത്തിലിടും, എന്നിട്ട് ഷാർക്കിന് ഇട്ടാ കൊടുക്കും. ഷാർക്ക് ഇല്ലാവൂലേ ഇവിടെ? ഇവിടെ shark കടിച്ചു തിന്നോളും, കേട്ടാടാ? അവൻ തന്നെ ഷാർക്ക് ബ്രോ, അവൻ തന്നെയാടാ അവൻ. കുട്ടിക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഹെൽമെറ്റ് ഇട്ട ബ്രോ ഒന്ന് വരാവോ? ഹെൽമെറ്റ് ഇട്ട ബ്രോ ഒന്ന് വരാവോ? ഒന്ന് മനഃപൂർവ്വമല്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. എനിക്കെല്ലാം പരിചയപ്പെട്ട് തന്നു. എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസമായിട്ട് വന്നുള്ളൂ. അപ്പൊ പരിചയപ്പെട്ടു. അവര് പരിചയപ്പെടുത്തില്ലേ, ഞാൻ ബ്രോനൊന്നും പരിചയപ്പെട്ടതല്ലേ ബ്രോ. ഡെക്സ് ബ്രോ ഹാപ്പി അല്ലേ? പിന്നെ ഫിക്സർ ബ്രോ നമ്പർ എന്നെതാ വിളിക്കുന്നത്? തീരുന്നില്ല. മറ്റേ പാട്ട് ഞാന് പെട്ടുപോയത് ആലോചിക്കുകയാണേ. ഞാൻ പറയുന്നു. ഇനി എന്റെ തലയ്ക്ക് പോയി അണ്ണാക്കില് വേദി. ഫിക്സർ ബ്രോന്റെ നമ്പർ കിട്ടിയില്ല. ഞാൻ അയച്ച ഈ ഹെൽമെറ്റ് ഇട്ട ബ്രോന്റെ പേരെന്തായിരുന്നു? ജോഹൻ. ജോഹിന്റെ നേരത്തെ തന്നായിരുന്നല്ലോ. മറ്റേ നിനക്കറിയില്ല, ഞാൻ കുറച്ച് ഡേഞ്ചറാ കേട്ടാ. അയ്യോ, വൺ 4 ആണോ ബ്രോ? അവൻ എന്റെ പാട്ടിനെ കളിയാക്കുന്നു. അവന്റെ ഇതേതാണ് അവിടെ സൈഡിൽ ഇരുന്ന് കൊരക്കുന്നേ? പാടത്തെ. ഹലോ, കേൾക്കുന്നുണ്ടോ? പാട്ട് പാടുന്നതിന്റെ ഇടയില് ഡയലോഗ് അടിച്ച അതിനെ തൂക്കിയിടുക. അതാണ് ഫിക്സർ ബ്രോ ഇങ്ങ് വന്നേ. ഇപ്പൊ കൊലപാതകം നടക്കുമ്പോ തോക്കൊക്കെ ആയിട്ട് പോകുന്നു. ഇഷ്ടമല്ല പാട്ട് പാടട്ടെ. നമുക്ക് ഐ വിറ്റ്നസ് ആവണോ? ചോദിക്കാനൊന്നും കാറ്ററിംഗ് പരിപാടിയാണോ? ചേട്ടാ, എന്നെ കൊല്ലരുത് ചേട്ടാ, ഞാൻ പാട്ട് പാടിത്തരാ. എടാ ഒരു മധുരക്കിനാവിൻ ലഹരി കുടമുല്ല പൂഞ്ചിരിച്ചോ, അതിനായിരം ആശകളാൽ ഒരു പൊന്മകരീടം കണ്ടു ഞാൻ അഴകേ. കുഴപ്പമില്ലായിരുന്നു. അതെ, പെങ്കുമ്പോ ചുമ്മാ പെങ്സിനെന്നും പറഞ്ഞ് ലവ് കാണിക്കത്തേ ഉള്ളൂ. കണ്ടോ, കുട്ടിക്ക് കലാസെൻസ് ഉണ്ട്, കലാപരമായ ബോധമുണ്ട്. നിനക്ക് അതൊക്കെ ഉണ്ടോടാ? നമുക്ക് പോവാം. പക്ഷെ എന്റെ ഡാഡിയുടെ ഡേഞ്ചർ ഓവർ ആരും കൊണ്ടുവന്ന് തരൂടാ. നീ ഇവിടെ പെണ്ണുണ്ട്, ഇവിടെ ആണുണ്ട്, എല്ലാരും പറഞ്ഞിട്ട് ഡേഞ്ചർ ഓവർ നമുക്ക് ഒപ്പിക്കാം. എടാ ഇതിനെനിക്ക് തരാവോ? പൊന്നു ബ്രോ, ഒരു കാര്യം പറയാം. അവന്റെ മോന്ത നിന്റെ മോന്ത എനിക്കൊന്ന് കാണണം. നിന്നെ ഞാൻ ഈ കാട്ടി വെച്ചിട്ട് ഇല്ലാണ്ടാക്കൂടാ. നിന്നെ ഈ കാട്ടി വെച്ച് നശിപ്പിക്കും. കുട്ടി സുഖമല്ലേ? കുട്ടി പേരെന്താ? കുട്ടിക്ക് കെട്ടിയോന്നുണ്ട് ഒരു കുട്ടി സിംഗിൾ അല്ല. അങ്കൂരമാ ഇരിഞ്ചിതേ പോയി കുട്ടി. എനിക്കറിയില്ല, എന്നോടാരും പറയില്ല. കുട്ടീനെ കണ്ടിട്ട് ഗർഭിണിയാണെന്നൊന്നും പറയുന്നില്ലല്ലോ. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആണ് ഞാൻ. അപ്പൊ ബ്രോ ആണോ ഗർഭിണൻ? ഗർഭിണനല്ല, കുട്ടിയുടെ അച്ഛൻ. എടാ, നീ ഏതെങ്കിലും കുടുംബത്തിലുണ്ടോ? അപ്പൊ കുടുംബത്തിലുണ്ട്. ഏത് കുടുംബത്തില്?
ഫാക്ടറി കുടുംബം. അവൻ ആലോചിക്കുകയാണോ എനിക്ക് തോന്നി. അല്ലാതെ പണിയാവോ എന്നുള്ളൊരു സങ്കടമായിരിക്കും അവര്. എടാ, ഞാൻ പറയട്ടെ, ആ, എനിക്ക് കുടുംബമില്ല, വീടുമില്ല, പെണ്ണുമില്ല, ആണുമില്ല, പെണ്ണുമില്ല. എന്റെ കുടുംബത്തിൽ കയറാം. വിളിച്ചാ എടാ, നിക്ക് 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 നിക്ക്. വിളിച്ചാടാ കഷണ്ടി കഷണ്ടി. പെണ്ണുങ്ങളുടെ മുമ്പ് ഈ ഷോർക്ക ഹെൽമെറ്റ് ഇട്ടോണ്ട് വന്നേക്കണേണ്. അയ്യോ തല. ബാറ്ററി പോയി. എടാ ബാറ്ററി കുട്ടി കുട്ടി. അയ്യോ ആ കുട്ടി എന്റെ കുടുംബത്തിൽ തന്നെയാണ്. അതല്ലേ നമ്മളേതെങ്കിലും ഫാമിലി ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ. അല്ല അല്ല, ഞാൻ ഇപ്പൊ പുതിയ സാധനം തുടങ്ങാൻ വന്നതാണ്. എനിക്കിവനെ ഇഷ്ടപ്പെട്ട്, ഈ ഒരു പീസിനെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എടാ, എന്റെ പേര് ലൂസിഫർ എടപ്പള്ളി. എനിക്കൊരു ക്ലബ് ഉണ്ട്, G30 എന്ന് പറഞ്ഞ കുടുംബം ട്രൈ ചെയ്യുക. എനിക്ക് ഈ പീസ് നിന്റെ കുടുംബത്തിൽ ഇരിക്കണം എന്നുണ്ട്. വിൽക്കാവോ? പിന്നൊരു കാര്യം, വഴിയെ പോണതെല്ലാം തലയിൽ വരും. അത് വേറൊരു കാര്യം. നമ്മളിപ്പോഴേ അല്ല, ഇവനെ പരിചയപ്പെട്ടിട്ട് ഒരു 1/2 മണിക്കൂർ അനുഭവം കൊണ്ട് പറയാണ് എന്റെ ചേട്ടാ. 4 പേരുടെ വള്ളി ഇപ്പൊ കുറഞ്ഞെടുത്തിട്ടുണ്ടോ? നിങ്ങളെല്ലാരും എന്ത് ചെയ്യാ ഇപ്പൊ? ഞങ്ങളെ സിറ്റിസൺസ് ലിവൻ ലിവൻ വന്ന് കേറിയതേ ഉള്ളൂ. ഞാൻ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ബ്രോ. ഒരിക്കടിച്ചു കൊന്നവനെ. നിങ്ങൾക്കൊക്കെ ക്ലബിൽ കയറാൻ അല്ലെങ്കിൽ കുടുംബത്തിൽ കയറാൻ താല്പര്യം? കുടുംബത്തില് തൽക്കാലം ഇല്ല ബ്രോ, അത് കുറച്ച് വിഷയങ്ങളാണ്. അത് ക്ലബ് ആദ്യം ക്ലബാണോ തുടങ്ങുന്നത്? അതെ, ആദ്യം ക്ലബാണ്, അതെന്റെ കുടുംബം. ഓക്കെ ഓക്കെ, ബ്രദർ ഉണ്ട് പോലെ. അതെ അതെ അതെ, അങ്ങനെ. ബ്രോ കൺഗ്രാജുലേഷൻസ്. എടാ ബാറ്ററി കേക്കെ. ബാറ്ററി അല്ല സുര, ബാറ്ററി സുര. ബാറ്ററി അവന്റെ 5 ഡാഡി പേരിൽ ഒരാളുടെ പേരാണ്. നീ കൊറേ നേരായി. അവന്റെ 5ാമത്തെ ഡാഡിക്കൊണ്ടേ കൊടുക്കാം. അല്ല ബ്രോ, ഇനി തിരിച്ചു പോണ്ടേ നമുക്ക്? അല്ല വണ്ടി വേണ്ടേ? അല്ല വേറെ പരിപാടി ഒന്നുമില്ലല്ലേ, വാ വേറെ ഇവിടെ തന്നെ നിക്കാം. വാ, ഫണ്ടിങ് വല്ലതും ഉണ്ടോ? നീ 1% കാശ് തരണ്ട, നിനക്ക് വേണ്ടിയുള്ള കാശ് ഞാൻ ഉണ്ടാക്കും. ഉറപ്പാണോ? ഞാൻ ക്ലബിൽ കയറാം അങ്ങനെയാണെങ്കിൽ. പക്ഷെ നീ എനിക്കൊരു ഗ്യാരണ്ടി. എന്താണ്? നീ കേറി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടക്കല്ലെന്ന് പറയരുത്. പിന്നെ സെക്കൻഡ് കാര്യം, നീ വെറുതെ പോയി വള്ളി എടുക്കാൻ പാടില്ല. ഒട്ടില്ല. ഫണ്ണാർപ്പി ആണെങ്കിൽ ഓക്കെ, ഫണ്ണാർപ്പി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വള്ളി ഇതുവരെ എടുത്തിട്ടില്ല, സീരിയസ് ആയിട്ട്. സത്യം സത്യം സീരിയസ് ആയിട്ട്. കുറച്ചാലെടുത്തത് പള്ളിയിലല്ലേ. അപ്പൊ എന്റെ വണ്ടിയല്ല അവസാനം ഫണ്ണാർപ്പി ആയിട്ട് തീരുള്ളൂടാ. അത് പോയിന്റാണ്, അത് വേറെ കാര്യം പോയിന്റാണ്. അതെന്റെ കഴിവാ. എടാ ബാറ്ററി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല. എനിക്ക് നിന്നെ എടുക്കണമെന്നുണ്ട്, എനിക്ക് നിന്നെ എടുക്കണമെന്നുണ്ട്. ആ രീതിയിലുള്ള സംസാരിച്ചിട്ട് ബ്രോ വേണ്ട. അവന് ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ബാഗിക്കുന്ന ഡെക്സ് ഇല്ലേ, ഡെക്സ് ഇന്ന് വന്ന പുതിയ ആളാണ്. ആദ്യമായിട്ടാ കളിക്കുന്നേ. ഇവനെ മുതുക്കിലിട്ടൊരു പണിലവങ്ങ് പണി പരസ്യമായിട്ട് ഗ്യാപ്പ് ഇട്ടോ, കല്യാണം കഴിഞ്ഞാൽ നോക്കൂല അവൻ. ബ്രോ ആദ്യം പറഞ്ഞില്ലേ, ഇവ അടുത്ത് വന്നിട്ട് ഒയ്യമാർത്താനൊക്കെ പറയും. ചെയ്യരുത്, ചത്താലും ചെയ്യരുത്. അവൻ വന്നിട്ട് ഗ്രീറ്റിംഗ്സ് ഒന്നേ ചോദിക്കുള്ളൂ, ചത്താലും പോയി അടിക്കരുത്. ബ്രോ ഒരു ഗ്രീറ്റിംഗ്സ് തരട്ടെ. പിന്നൊരു കാര്യം പിന്നൊരു കാര്യം പറയാം. കല്യാണം കഴിഞ്ഞതാണ്, ദാമ്പത്യ ജീവിതം നയിക്കേണ്ടതാണ്. അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. ബ്രോ ഇതിപ്പോ ക്ലബല്ലേ,
അതെ ഇപ്പൊ ക്ലബാണ്. ആരോടും സിംഗിളാന്ന് പറയരുതല്ലേ? ഇല്ല പറയണ്ട. ഗേൾഫ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ ആരെ വിളിക്കും? എടാ മയിലേ, അത് മാത്രമല്ല എന്റെ ഭാര്യ നിന്റെ കൊച്ചാണെന്ന് പറഞ്ഞാലേ അടിച്ചിന്റെ ഷേപ്പാക്കി തരും, അണ്ണാക്കിലിട്ട് മനസ്സിലായോ? മനസ്സിലായി. എന്താണ്? വെള്ളത്തിൽ നീ ട്രാക്ക് പിടിക്കുന്നേക്കാളും മുമ്പ് ആ ട്രാക്ക് പിടിച്ച് ഞാൻ പണിയെടുത്തതാ. ഓക്കെ മനസ്സിലായോ? ഇനി മേലെ ഈ വാക്ക് നാക്കി നന്നാ എന്ത് നീ കുടുംബത്തിൽ കേറിയാ നിന്റെയും ചേച്ചി, അത്രേ ഉള്ളൂ. ചേച്ചി മാത്രം മതി. ചേച്ചി അയ്യോ വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, അതിനും അവൻ ഡബിൾ മീനിങ് പിടിക്കണവനാണ്. ചേച്ചി അയ്യോ കൊണ്ട് നിനക്ക് ഗ്രീറ്റിംഗ്സ് ഒന്നുമില്ലല്ലോ, തരട്ടെ? അയ്യോ ഗ്രീറ്റിംഗ്സ് വേണ്ടപ്പാ. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതില് കേറാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ നിന്നെ ലിസ്റ്റിൽ ഇട്ടേക്കാൻ. പുറത്ത് ഒരു ലക്ഷം ഹായ് എന്താന്ന് എന്റെ അടുത്ത് ആരൊക്കെയല്ലേ കുട്ടി പറഞ്ഞാൽ അല്ല ചേച്ചി പറഞ്ഞാൽ ചെയ്യാം. ഇവനെ ഞാൻ മിക്കാരും കൊണ്ടി പൊട്ടിച്ചു. എന്റെ ഒരു ചേച്ചിയെ പോലെ കണ്ടോടെ? ചേച്ചി അമ്മോച്ച നാരങ്ങച്ചാർ അവിടെ. നിന്റെ തലയാണില്ല കൂടുതൽ ചേച്ചി കളി മിക്കവാറും ഇവനെ ഞാൻ അടക്കും മിക്കവാറും. ബ്രോയുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് ലൂസിഫർ. ചെകുത്താരാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇവനെ എടുത്തു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. ഇല്ല പക്ഷെ കുട്ടിയുടെ പേര് പയ്യൻ ഇഷ്ടപ്പെട്ടു. അല്ല ചേച്ചിയുടെ പേരെന്താ? സോഫി. സോഫിക്കൊത്ത് അത് എന്റെ ചേട്ടനാണ് സ്ക്രില്ല്. എന്താ പേരെന്താ? സ്ക്രില്ല്. ഓ സ്ക്രില്ല്. എന്താ താഴത്തേക്ക് ഇറങ്ങി വരൂലേ? ആള് താഴത്തേക്ക് ഇറങ്ങി വന്ന പിന്നെ നീ മുകളിലേക്ക് പോകേണ്ടി വരും മിക്കവാറും. അതാണ് കേസ്. പോയി ഡയറക്റ്റ് പോയി. ഒരു ഗ്രീറ്റിംഗ്സ് കൊടുത്താലോ? ഡയറക്റ്റ് പോയി. കൊടുക്കാൻ പറ്റിയില്ല. ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളാം, പൊയി അടിക്കരുത്, ചത്താരടിക്കരുത്. എന്താ നിന്റെ ഫണ്ണം കഴിഞ്ഞ അടുത്ത് കളയോ? എടാ അപ്പൊ നിനക്ക് കേറാൻ താല്പര്യമുണ്ടോ? എനിക്ക് കേറാൻ താല്പര്യമുണ്ട്. ശരി എടാ നീ ഏകദേശം പറ. എനിക്ക് ഈ കാശിന്റെ പരിപാടി തീരെ ഇഷ്ടമല്ല കേട്ടോ. മനസ്സിലായില്ല എനിക്ക്. ഫണ്ടിങ് ഇല്ലേ എല്ലാവരും ഇങ്ങനെ കുടുംബ ഫണ്ട് കൊടുക്കുന്നതായിരിക്കും. ഒരാഴ്ചത്തെ ഫണ്ടിങ് മോനെ. കുടുംബ ഫണ്ട് ആണോ? അത് ചോദിക്കൂലാണ് എന്റെ ഒരു നിഗമനം. നിഗമനം എന്റെ അതാണ്. അന്ന് ഞാൻ നാരങ്ങാച്ചാർ എടുത്തു പോകും. നീ എടുത്തു പോയാ നീ അതിനേക്കാളും ഇവന്റെ ഗ്യാങ് വേണ്ടി ഞാൻ അല്ല ഗ്യാങ് ഫണ്ട് എത്ര വരുമെന്നാലും. എടാ ഞാൻ കുറച്ചൊക്കെ തരുള്ളൂ, കൂടുതലൊന്നും തരില്ല. വേണ്ട അവന്റെ ഫണ്ട് വാങ്ങിക്കണ്ട, അവന്റെ ചെലവൊക്കെ ഞാൻ നോക്കണം. നീ സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ട് മഞ്ചട്ടിത്തലയാ. ഇയാൾക്ക് വരെ തോന്നിയിട്ടുണ്ടോ എനിക്കിത്? ഇവന് തോന്നിയടാ. എടാ പുറത്ത് ഒരു പ്രാവശ്യം പുറത്ത് ഡിസ്കൗണ്ടിലല്ലേ ഹായ് ജനറൽ സൈറ്റിൽ ഹായ് ഇട്ട് ഇവർക്ക് ഡിസ്കൗണ്ടിന്റെ ലിങ്ക് ഇടും എന്റെ അവിടെ കയറി. നല്ല രീതിക്കുള്ള പണി കിട്ടി നമുക്ക്. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ സ്വർഗരാജ്യത്ത് വന്നിട്ട് എന്താ പറയാ പുതുതായിട്ട് തുടങ്ങുക, സ്ക്രാച്ചിൽ നിന്ന്. മനസ്സിലായ? സ്ക്രാച്ച് തുടങ്ങുക. അതുകൊണ്ടാണ് ഇവനെ പരിചയമില്ലാത്ത പോലെ നടക്കുന്നത്. നമ്മളിപ്പം ഏകദേശം 1 വർഷം പരിചയമുള്ളവരാ നമ്മള്. മനസ്സിലായ? ഒന്നേന്ന് നമ്മള് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ഒന്നേന്ന് തുടങ്ങി വരുവാ നമ്മള്.
ഇപ്പൊ ജോയിൻ ചെയ്യുന്നെങ്കിൽ നീ ജോയിൻ ചെയ്തോ നമ്മുടെ കൂട്ടത്ത്. നമ്മുടെ കൂട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കാം, അടുത്ത് നമ്മൾ സെറ്റ് ആകുമ്പോ അങ്ങനെ. RP ബേസിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അതാ പറഞ്ഞ, ഉറപ്പൊന്നുമില്ല. RP ബേസിൽ നിനക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കൂട്ടത്ത് കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു പോളിസി ഉണ്ട്, നമ്മുടെ കൂട്ടത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോ വേറെ സർവേഴ്സിൽ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നവരുണ്ട് വേറെ ഗ്യാങ്സിൽ. മനസ്സിലായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്യാങ്ങിൽ നിന്നിട്ട് വേറെ സെർവർ കയറി വേറൊരു ഗ്യാങ്ങിൽ കയറി കളിക്കുന്നവര്, നമ്മൾ ആ പരിപാടി അനുവദിക്കത്തില്ല. ഇവിടെ നമുക്ക് കുടുംബത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ JD എന്നായിരുന്നു. മനസ്സിലായ? JD കയറി കഴിഞ്ഞാൽ JDയിലായിരിക്കണം. അപ്പൊ വേറെ ഗ്യാങ്ങിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ JD ഇറങ്ങിയിട്ടേ പറ്റത്തുള്ളൂ. അങ്ങനൊരു റൂള് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി അതാണ് കാര്യം. അതിപ്പോ ആര് വന്നാലും നമ്മൾ ആദ്യം അതൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിർത്തത്തുള്ളൂ. മനസ്സിലായ? ഞാൻ ഇവിടെ പുതിയതായത് കാരണം എവിടെയെങ്കിലൊക്കെ കേറണമല്ലോ. അല്ല, നീ കേറുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ബെറ്റർ ചാൻസ് വരുന്നുണ്ടെങ്കിൽ കേറിക്കോ. ഞാൻ അതേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സിറ്റിസൺ RP നന്നായിട്ട് കളിച്ചിട്ടേ ചെയ്യാവൂ. അങ്ങനെയല്ല ബ്രോ, ഞാൻ പറഞ്ഞ അങ്ങനെ കേറണ ഒരു ഗ്രൂപ്പില് ലൈക്ക് അറിയുന്ന ആൾക്കാര്. ഓ ഓക്കെ ഓക്കെ. അല്ല ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളോട് വന്നത് നിങ്ങൾ 3 അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കറങ്ങും. അവസ്ഥ അറിയാം നമുക്ക്. അവസ്ഥ നമ്മളങ്ങനെ കയറുന്നു പണ്ട്. ഇന്നലെ കറങ്ങി പെൻജിന്റെ കൂടെയായിരുന്നു. അത് നമ്മളെ ചെറുക്കനാ വരും, നമ്മുടെ ഗ്യാങ്ങിലെ മെമ്പർ ആവേ. നമ്മളെ പിന്നെ അറിഞ്ഞൂടാത്തവര് നടക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? കൊണ്ടുപോയി എവിടെയൊക്കെ കൊണ്ടുപോയി. പെൻഗിനെ പറ്റി നല്ല രീതിയിൽ നമുക്കറിയാന്നുള്ളവരാ നമ്മളെ. കേട്ടാ? അവന്റെ ഇവിടെ കയറി കഴിഞ്ഞാൽ, വണ്ടി കയറി കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും പോവും, കണാ സംസാരമാവും. നമ്പർ 1 നമ്മുടെ കൂട്ടത്തെ വള്ളി നമ്പർ 2 ആണ് അവൻ. സത്യം ബ്രോ, കണ്ട പെണ്ണുങ്ങളെല്ലാം ചെന്ന് സംസാരിച്ച്. എന്താടാ ഒരു പെൺകൊച്ച് പോക്കറ്റിൽ നിന്ന് മറ്റേ വലിയ സാധനം എടുത്ത് ഒറ്റ വെടി. അങ്ങനത്തെ കാര്യങ്ങളാണ് അവൻ. അത്രയും വലിയ സാധനം ഉണ്ടായിരുന്നു നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല. എനിവേ പറഞ്ഞു മനസ്സിലായില്ല സംഭവം. ഇങ്ങോട്ട് വാ. ഓക്കെ, ഇനി അവനെ കുടുംബത്തെടുത്ത് ഞാൻ മൂട്ട് മാറ്റുവാണേ. ഇതിനെപ്പറ്റി ഇനി സംസാരിക്കണം നമ്മള്. ഞാൻ ലൈവില് തത്സമയം സംസാരിക്കാത്തതിന്റെ കാര്യം നമ്മൾ ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നത്. അതാണ് നമ്മള് തുടങ്ങുന്ന. നമ്മൾ ഇനിയിപ്പോ ഇവിടെ ഇനി ടൈം എടുത്ത് പതുക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ. നീ അല്ല ബ്രോ, എനിക്ക് അങ്ങനെ കയറാൻ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാ. അത് തന്നെ മനസ്സിലായി. നമ്മളെ ഈ 2 പേര് 3 പേര് മാത്രമല്ല, മനസ്സിലായോ? നമ്മള് മൊത്തം ഏകദേശം 20-22 പേരുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോ എല്ലാം സ്കാറ്റർ ആയിട്ട് കിടക്കുക. നമ്മളിപ്പോ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തോണ്ടിരിക്കുവാണ്. ഓരോ ഭാഗത്തുനിന്നും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഒരു സെറ്റായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ആവേണ്ട ഒരു രീതിക്കാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റോറി വെച്ചിട്ട് നമ്മൾ ഓരോ ആളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റി കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഗ്യാങ് ആവാൻ വേണ്ടിയിട്ടിരിക്കുക നമ്മള്. മനസ്സിലായ? അപ്പം നിനക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതാ പറഞ്ഞേ. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഉടനെ ഒന്നും നമ്മളങ്ങനെ എടുക്കത്തില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ആയി നമ്മളവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്, നമ്മുടെ വൈബ് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് ആലോചിക്കുക. അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ചില്ലാണെങ്കിൽ അത് ഓക്കെ, നമ്മളും ചില്ലടിച്ച് ഇറക്കാൻ വേണ്ടി നിൽക്കുന്നതാ. എനിവേ നിൽക്കുന്നെങ്കിൽ അങ്ങനെ നിന്നോ. അടുത്ത പരിപാടി എന്തുവാ? നമ്മള് മിക്കവാറും ഒരു 10 ടു അങ്ങോട്ടൊരു 1, 2, 3 മണി വരെയൊക്കെ കാണും. 10 ടു 3 മണി വരെ അതാണ് നമ്മളെ സമയം. ഓക്കെ, അവിടത്തെ സമയം ഇവിടത്തെ ക്ലോക്കും വ്യത്യാസമാണ് ബ്രോ. പറഞ്ഞോ. ഞാൻ മ്യൂട്ടാണ് അവിടെ, മ്യൂട്ടേ വെച്ചിരിക്കും, അതുകൊണ്ട് പറയാതെ. ബഹ്റൈനാണ് ബ്രോ. ഇതാ നിക്കണവൻ കാനഡയാ. ഇവനെ US. ഞാൻ ബഹ്റിനിലായിരുന്നു, പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ ആദ്യം.
ഞാൻ അപ്പുറത്തുനിന്നാ ജനിച്ചത്. അപ്പൊ ഇവന്റെ അടുത്ത് ചോദിച്ചാ മതി. എടാ നീ ഒന്ന് സമയമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അവര് ഏത് സമയമായിരിക്കും. അതായത് നാട്ടിലെ 10 തൊട്ട് ഒരു 2-3 വരെ ആണ് ടൈം. അത് പുലർച്ചെ അവിടെ എത്ര മണി എത്തിയൊരു ഇപ്പൊ അവിടെ എത്ര മണിയായി? ഇന്നലെ ഇപ്പൊ അവിടെ എത്ര മണിയായി? 12. ഉച്ചക്ക് അല്ല, രാത്രി 12 മണിയായി. അപ്പൊ നീ കേറേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാ ഒരു 8 to 12. നിന്റെ 8 to 12 സമയത്ത് നമ്മൾ കാണും കേട്ടാ. ജസ്റ്റ് ഇൻ കേസ് എന്റെ നമ്പർ മേടിച്ചേക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കേറാൻ കോൾ. ഓക്കെ ബ്രോ. ഇറങ്ങാം. ക്ലാസ് ഉണ്ട്. അങ്ങനത്തെ ഒരു 2-3 പീസ് ഇനി ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട്. വീണ്ടും എടുക്കുമല്ലേ? ഞാൻ മൂട്ടൊന്ന് മാറ്റട്ടെ. ഇടയ്ക്കല്ലേ ഇങ്ങനത്തെ ചെമ്പ് പീസുകളും എടുക്കണം. ഫുൾ സ്വർണം വെച്ചിട്ട് കാര്യം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കളക്ഷൻ ആണ് അങ്ങനെ എന്തെങ്കിലും? അത് തന്നെ റയർ പീസുകൾ കളക്ട് ചെയ്യുന്ന പരിപാടി. അതെ ആന്റിക്സ് സൂക്ഷിക്കുന്ന ശീലം ഉണ്ടല്ലേ? റയറല്ല, ഇവൻ വെരി റയറാ. ഇവനെ ഞാനൊരു മിനി കണ്ണാപ്പിയാക്കി മാറ്റും. അത്ര മിനി കണ്ണാപ്പി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ണാപ്പിയുടെ ലെവലിലോട്ടൊന്നും ആക്കണ്ട. ഇവന്റെ പേര് വരും ബാറ്ററി സുര. അത്രേ ഉള്ളൂ. പുറത്തരും പേര്. പിന്നെ കാര്യം ബാറ്ററി നീ മാറ്റി കേട്ടോ. വേറൊരു ബാറ്ററി നമുക്കറിയാന്നുള്ളുണ്ട്. കൊറേ ബാറ്ററി ഉണ്ടാ. പേര് മാറ്റണോ? പേര് മാറ്റണോ? പേര് മാറ്റണ്ട. അല്ലടാ, ബാറ്ററി എന്ന് പറഞ്ഞിട്ട് കൊറേ പേരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സുര എന്ന് പറഞ്ഞും കൊറേ ഉണ്ട്. അത് സുര. എന്റെ ഒരു അണ്ണന്റെ പേരും സുരയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. മനസ്സിലായ? അപ്പൊ ഞാൻ നിന്റെ അനിയനാ? എന്ത് കുടുംബസംസാരായി നമുക്ക് പോവാ. നീയാണല്ലേ? എവിടെ അച്ഛനെവിടെ? അച്ഛനെവിടെ? ശരിയെന്നാ നമ്മള് പോട്ടെ. ഇനി അച്ഛന്മാരുടെ കഥകൾ പറയും. ശരിയെന്നാ നമ്മള് പോട്ടെ. അച്ഛന്മാര് എന്തായാലും നമ്മളത്ര സഹായം ചെയ്തല്ലേ. ഒരു കാറുണ്ടേ തരുമോ? അവന്റെ ഡാഡിയുടെ ഡേഞ്ചർ ഓവർ വെള്ളത്തിൽ കിടക്കുന്നു. എടാ അപ്പുകുട്ട, ഇവന്മാർക്ക് ഒരു വണ്ടി കൊടുക്കടാ. ഈ വണ്ടി കൊടുക്ക. നിന്റെ വണ്ടി കൊടുത്തേക്ക്. പക്ഷെ 2 സീറ്റർ ആണ്. ക്യാരി അടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു പേര് വേണ്ട. അല്ലല്ല, ഇനി നിന്റെ കുടുംബക്കാരുമായി നമ്മളായിട്ട് വേറെ ഞങ്ങൾ നാളെ കുടുംബത്തിന്റെ ഓവർലോഡായല്ലേ? കുട്ടി നമ്പർ ചേട്ടനെ വിളിച്ചിട്ട് ചേച്ചീനോട് സംസാരിക്കാൻ പറഞ്ഞ ചേട്ടൻ എന്നെ മുണ്ടോക്കി കാണിക്കൂലേ? കാണിച്ചു. കൊണ്ടത് അവനാ, എനിക്കല്ല. പാവം കിടന്ന് നുഴയുന്നത് കണ്ടില്ലേ? കുനിഞ്ഞു കിടക്കുന്നു പാവം. മാറ്. ചെക്കനെ ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ. മാറ്. അയ്യോ. എന്റെ പൊന്നു കൂടെ നടക്കുന്നവർക്കാണല്ലോ എന്റെ കിട്ടുന്ന. ഒരു കുഴപ്പമില്ല, കൂടെ ഉള്ളവര്. ഞാൻ പുറത്ത് വരടാ പട്ടി. എന്നോട് നേരെ നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഒരു മിനിറ്റ്. ബ്രോ എന്ത് ഉരുക്ക് മരിച്ചനാണോ? പറഞ്ഞല്ലേ പേടി. മര്യാദയ്ക്ക് വെക്കണം. കിടക്കുന്ന കിടപ്പ് കണ്ട. എന്തൊക്കെയായിരുന്നു പിന്നെ ഈ
റേഞ്ച് റോവർ ഓക്കെ ഞാൻ ഇറങ്ങുവാണ്. നീ ഇവരെ പൊക്കാൻ ആരും വരത്തില്ലേ? അവരുടെ അടുത്ത് വണ്ടി വെച്ചില്ലായിരുന്നു. രണ്ട് വണ്ടി എടുത്തു കേട്ടോ. വണ്ടി ഓ താങ്ക് യു രണ്ടെടുത്തു. ഏത് രണ്ടു എന്താ സംഭവിച്ചേ? അവന്റെ അടുത്ത് പറഞ്ഞേക്ക് നിന്നെ 2 എണ്ണത്തിന് അടിച്ചിട്ടാ ഞാൻ. ആയിക്കോട്ടെ. അവന്റെ അപ്പന്റെ ഡേഞ്ചർ ആ 2 വണ്ടി എടുത്തോളാൻ പറഞ്ഞു. എടാ മറ്റേ പെടുക്കണ സാധനം ഇല്ലേ, അത് എന്തായിരുന്നു അത്? അത് എല്ലായിടത്തൊന്നും ഇല്ല. പി ഉണ്ടോന്നു. വാ ശരി എന്നാ ജോഹനെ എടുത്തിട്ട് ജോഹനെ ശുണ്ണി നല്ല ഭദ്രം വേണം കേട്ടോ നിന്റെ ശുണ്ണി. പോവാൻ 1 അത് എവിടെയോ ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോയി? എടാ വെള്ളത്തില് മോളിൽ പാലത്തിലല്ലേ കയറണ്ടേ? ഞങ്ങട്ട് അവിടെ അത്ര ഭയങ്കര പുല്ലടാ. നേരോടി പോ. അവൻ വന്നാ വിളിക്കും. ബാ പോവാ. എങ്ങോട്ടാ പോണ്ട? മറ്റേ വണ്ടിക്ക് ഇതിനെക്കാട്ടി സ്പീഡുണ്ടെന്ന് തോന്നുന്നു. ഇത് കസ്റ്റം വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏതാ നമ്മളെ ഇരിക്കുന്നേ നീല കസ്റ്റം വണ്ടി. കസ്റ്റം വണ്ടി. എടാ അതിനകത്ത് ഏതോ ഒരു ഭാഗം ഇളകി കിടന്നിട്ട് തറയിൽ കിടന്ന് ഞരങ്ങ് പോലെ ഉണ്ടാ. കിലുക്കി ശബ്ദം വണ്ടിക്കകത്ത്. ഓ അതൊക്കെ ഉണ്ടാവും. തീരെത്ര
പിന്നെ ഒരു കാര്യമേ അവൻ പോയപ്പോ ഒരുമാതിരിയായി സംഭവം ഉണ്ടായിരുന്നപ്പോ എന്തിനു ഒരു മിനിറ്റ് കൂടി ചിരിക്കാതിരിക്കാൻ പറ്റൂല. ഇവിടെ 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 പിടിപ്പുണ്ടല്ലോ അല്ലേ, ഇവിടെ അല്ലേ പിടിക്കുന്നു. ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വണ്ടി കുറെ ഉള്ളതുകൊണ്ട്. ആ നീ ഇതെടുത്ത് ഓട്ടിച്ച് നോക്കിയേ, ഇതിലെന്തോ ഒരു കിലുക്ക് ശബ്ദം, കിരികിരി ഒരു ശബ്ദം, കിരികിരിയായിട്ടൊരു ശബ്ദം. ഓക്കെ ആണോ? നമുക്ക് കീ ഒന്നും തന്നില്ലായിരുന്നല്ലോ. ഇല്ല 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 ഇല്ല, കീ ഒന്നും തരാത്തോണ്ട് കിട്ടത്തില്ല. അതവിടെ കിടത്തോട്ടെ, നമ്മളെ മെയിൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്യായിരുന്നു. ആ കുഴപ്പമില്ല. അല്ല സേഫ് സോണിനകത്തല്ലേ ഇട്ടിരിക്കുന്നത്, സേഫ് സോണിനകത്ത് അധികം അങ്ങനെ എടുത്താലും ആ അത് ന്യായം, അത് ന്യായം. അന്ന് അവരെല്ലാം എടുത്തിട്ടായിരിക്കും തന്നത്. എടാ ഇതിന് ഡിക്കി ഇല്ല കേട്ടോ, ഇല്ല. കസ്റ്റമല്ലടാ, കസ്റ്റം വണ്ടി ചിലത് വെക്കത്തില്ല, ചിലത് വെക്കാറില്ല. ആ വണ്ടി ഡസ്റ്റർ അല്ലേ അത്? അങ്ങനെ എന്തോ ഡെഡ് പോൾ കസ്റ്റോ, ഇത് കസ്റ്റോ. എന്റെ മണ്ടയിലൊക്കെ എന്തായിരിക്കുന്ന ടയറാ. സുരേഷ് ഹിയർ. അവനെ പേടിക്കേണ്ടി വരും. ഹലോ ഹലോ, ഈ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ ബ്രോ? ആഹാ കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കട്ടെ. ആ സുരാ ഒന്ന് ഇത് മറ്റേ ആൾക്കാരല്ലേ ആ വണ്ടി നോക്കിയപ്പോ? നോക്കിയ മറ്റന്മാരോട് നോക്കി. നീല പോർച്ച്. ആ എവിടെയോ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയേക്കുവാണ്. ആ ശരിടാ, നീ എവിടെ ഇപ്പഴാ? ആ ഇടാം ബ്രോ. ബാബാ നമുക്കേ ഒന്ന് 11 എടുത്തിട്ട് 5010 പുറത്ത് തലവിടാൻ പറഞ്ഞു. ഓക്കെ. വേറെ എവിടെയൊക്കെ ഇട്ടുപോയി ബ്രോ. അവിടെ ഇട്ടു, അതിന് മുന്നേ വേറെ എടുത്തിട്ട്. ആ ഓക്കെ ബ്രോ. അത് വേറെ രാജ്യമാണ് ബ്രോ. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ. മറ്റേ ബ്രോ അവിടെ പോയി.